ഹലോ യൂട്യൂബ്, ഗുഡ് മോർണിംഗ്. പിന്നെ സൺഡേ മോർണിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ നിന്നൊരു പോർട്ടബിൾ ഗ്രില്ലിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുത് ഗ്രില്ലിംഗ് മെഷീനല്ല, ഒരു ഗ്രില്ലിംഗ് സെറ്റ്. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് അതിൽ ഫസ്റ്റ് കുക്കിംഗ് ചെയ്യാൻ പോകും. കാന്താരി ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പ്ലാനാണ് ഇന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അത് പച്ചമുളകാണ്, കുറച്ചധികം കാന്താരി ഉണ്ട്, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, ചിക്കൻ. അപ്പോൾ ഇതൊക്കെ ഓരോ ഐറ്റംസായിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇട്ടിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസായിട്ട് ഇടാം. പച്ചമുളക് നമ്മൾ 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർ എരിവിനനുസരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള പാകത്തിനനുസരിച്ചിട്ട് എരിവ് കൂട്ടാം കുറക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കാന്താരി കുറച്ച് അത്യാവശ്യം കുറച്ചധികം ഉണ്ട്, 30 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തൈര് ആഡ് ചെയ്യാം. ചിക്കൻ സോഫ്റ്റ് ആവാൻ, ഒന്ന് മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇത് അപ്പോൾ കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യും. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകം നോക്കി ഇടണം. ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ബാക്കി നമുക്ക് മസാലേൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ തൈരുള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രീൻ കളറിൽ കിട്ടിയിട്ടുണ്ട്. കാന്താരി ചിക്കൻ അടിപൊളിയായിരിക്കും. നന്നായിട്ട് നല്ല ഡീപ്പ് വരയിട്ട് കൊടുക്കാം, എന്നാലേ മസാല നല്ലോണം പിടിച്ച് നിൽക്കുള്ളൂ. ഓക്കെ, കുറച്ച് മസാല എല്ലാം ഇട്ടിട്ട് അടിപൊളിയായിട്ട് വെക്കാം. നല്ലോണം മാരിനേറ്റ് ചെയ്ത് പിടിക്കണമെങ്കിൽ നല്ലോണം വര ഇട്ട് കൊടുക്കണം, എന്നാലും ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറിയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാത്തിനും കുറച്ചായിട്ട് വരയിട്ട് കൊടുക്കാം. എനിക്ക് പേഴ്സണലി സാധാരണ അൽഫാമിനെക്കാളും കാന്താരി അൽഫാമാണ് കുറച്ചും കൂടെ ഇഷ്ടം. എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാന്താരി അൽഫാമായിരിക്കും കുറച്ചും കൂടെ താല്പര്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാന്താരി മസാല ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, നല്ലോണം മസാല മിക്സ് ചെയ്ത് കൊടുക്കണം, എന്നാലേ പീസിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കുള്ളൂ ഫ്ലേവർ. മസാല ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. നമുക്ക് മസാല നല്ല എരിവുണ്ട്. വിചാരിച്ചതിനെക്കാളും എരിവുണ്ട്, ശരിക്കും നല്ല എരിവുണ്ട്. അടിപൊളിയാവും, അടിപൊളിയാവുമായിരിക്കും. നല്ലോണം ജ്യൂസി ആയിട്ട് ഇറങ്ങി വരുമ്പോൾ കിടിലാവും അല്ലേ? ഇത് കലക്കും, ഉറപ്പായിട്ട് കലക്കും. അങ്ങനെ കാന്താരി ചിക്കന് വേണ്ടി മാരിനേറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി മസാലയൊക്കെ പിടിപ്പിച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇനി നമ്മളൊരു 6 മണിക്ക് ഇത് പുറത്തെടുക്കുള്ളൂ. ഇപ്പോൾ സമയം 12:30. അപ്പോൾ അത്രയും സമയം നമ്മൾ ഫുൾ വെയിറ്റ് ചെയ്യും, നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. തൈരൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബാർബിക്യൂ സ്റ്റാൻഡ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കത്തിക്കാം. കുറച്ച് ചിരട്ട ഇട്ട് കൊടുക്കാം കേട്ടോ, എന്താവുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ചിരട്ടക്ക് തീയിട്ടിട്ടുണ്ട്, കത്തിപ്പിടിക്കുന്നുണ്ട്, നല്ല കാറ്റുണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മൾ വീശി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കത്തി കനലായിട്ട് വേണം നമ്മളെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ കണ്ണിലൊക്കെ ചൂടായി. നമ്മൾ ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ലോഡ് ചെയ്യാം. ഈ അടിയത്തെ ട്രേ വെച്ചിട്ടില്ല, കാരണം കല്ല് കഴിഞ്ഞാണെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ചിക്കൻ വന്നിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാമല്ലോ. കാന്താരി മറിച്ചിടാനായിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ചിക്കനെല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനെല്ലാം നല്ല ചൂടായി സെറ്റായി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം കൂടെ വെച്ചിട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ആയ ചിക്കൻ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, ഒന്ന് കഴിച്ച് നോക്കാം. ഓക്കെ, സ്മോക്കി ഫ്ലേവർ, കാന്താരിൻ്റെ എരിവുണ്ട്, അടിപൊളി.